ഹായ്, സമയം 2:33 നമ്മളെ രണ്ട് ട്രേഡ് ഉണ്ടായിരുന്നു. രണ്ടും നമ്മൾ ലോസ് ബുക്ക് ചെയ്ത് ആ ട്രേഡ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് എൻട്രി ഉണ്ടായിരുന്നു നമ്മൾ ഈ റെഡ് ക്യാൻഡിൽ ഉണ്ടോ, ഇതിൻ്റെ ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തതിന് ശേഷം ഒരു നെഗറ്റീവ് കണ്ടപ്പോഴാണ് ഫസ്റ്റ് എൻട്രി നമ്മളുണ്ടായിരുന്നു. ഇവിടെ ഈ ക്യാൻഡിലിൻ്റെ ഓപ്പണിങ്ങിൽ തന്നെ നമ്മളൊരു പുട്ട് ഓപ്ഷൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ 9:54 ഏകദേശം ഈ ഒരു ക്യാൻഡിലിൽ എക്സിറ്റ് അടിച്ച്, പിന്നെ ദെൻ നമ്മൾ ഇവിടെ തന്നെ ഒരു കോൾ ഓപ്ഷനും ബൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഇതേമാതിരിക്ക് വലിയ മൂവൊന്നും ഇല്ലാതെ കുറച്ച് കയറി പിന്നെ താഴെ വന്ന് ഏകദേശം 10-25 ഈ ക്യാൻഡിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അതെ, ഈ ഒരു ക്യാൻഡിലിൽ എന്താ പറയുക, നെഗറ്റീവ് ഡെൽറ്റ കണ്ടപ്പോൾ പിന്നെ നമ്മൾ അതിലും എക്സിറ്റ് അടിക്കരുത്. സോ 2 ട്രേഡാണ് ഉണ്ടായിരുന്നു. പിന്നെ മാർക്കറ്റ് ഒന്ന് ഓപ്പൺ ആയത് ഇന്നലത്തെ അതേ റേഞ്ചിൽ തന്നെയാണ്. വോളിയം കാര്യങ്ങളൊന്നുമില്ല. മാർക്കറ്റ് ഇന്നലെ നമ്മൾ വിചാരിച്ച സിംഗിൾ പ്രിന്റ് ടെസ്റ്റ് ഉണ്ടല്ലോ, അത് ഇന്നാണ് അച്ചീവ് ചെയ്തത്. ഈ ഒരു ഏരിയ ഇന്നലെ അച്ചീവ് കിട്ടിയില്ല. പിന്നെ ഇന്ന് ഫസ്റ്റ് 2 ട്രേഡിൽ ലോസ് കിട്ടിയപ്പോൾ പിന്നെ നമ്മൾ എൻട്രി കിട്ടിയപ്പോൾ നമ്മൾ എടുക്കാതിരിക്കുന്നു. നമ്മൾ അത് ഇന്നത്തെ റിസ്ക് എത്തി. സോ പിന്നെ ഇന്ന് നമ്മൾ ഇനി വേറെ ട്രേഡൊന്നും എടുക്കാറില്ല. നമ്മൾ എൻട്രി കാര്യങ്ങളൊക്കെ കാണിച്ചത് ഇത് ലോ എന്ന് പറഞ്ഞ ഷെയർ നമ്മൾ സ്വിങ്ങിന് മേടിച്ച് വിറ്റതാണ്. പിന്നെ കഴിഞ്ഞ് 10 ഡിസംബർ 24,900 പി 405 മേടിച്ച് 366 SL അടിച്ച് 24,400 കോള് 505 മേടിച്ച് 490.85 അത് ലോസ് ബുക്ക് ചെയ്ത്. ഇതാണ് നമ്മൾ ഇന്നത്തെ പി ആൻഡ് 1355 അടുത്തുണ്ടാകും. കാരണം ഈ ഒരു സ്വിംഗ് ട്രേഡ് ബുക്ക് ചെയ്തതിൻ്റെ ഈ ഒരു പ്ലസ് ആണ് അതിൽ മൈനസ് ചെയ്ത് കാണും. സോ നമ്മുടെ ടോട്ടൽ ലോസ് 1355. വോളിയം വൈസ് വെക്കുകയാണെങ്കിൽ ഇന്ന് മോർണിംഗ് ഒക്കെ വോളിയൊക്കെ കുറവായിരുന്നു. എന്തായാലും നമുക്ക് നാളെ നോക്കാം, നാളെ എങ്ങനെ മാർക്കറ്റ് ഇതാവുക. ഇന്നലെ ഇന്നും 3 ദിവസമായിട്ട് മാർക്കറ്റ് നമ്മളെ ഫ്രൈഡേയുടെ അതേ ഒരു ഏരിയയിൽ തന്നെ, വേറെ മാറ്റങ്ങളൊന്നുമില്ല. അതിൻ്റെ ഉള്ളിൽ കടന്നിട്ട് വാല്യൂ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് എന്തായാലും നോക്കാം എന്നാണ് ബ്രേക്ക് ഔട്ട് വരിക എന്ന്. ഓക്കെ.